ഡിസ്ജോയിൻ്റ് സബ് ഗ്രാഫിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഗ്രാഫ് ജിയുടെ രണ്ട് സബ് ഗ്രാഫുകളാണ് G1 ഉം G2 എന്ന് വിചാരിക്കുക. ആ രണ്ട് സബ് ഗ്രാഫ്സും ഡിസ്ജോയിൻ്റ് എന്ന് പറയുവാനുള്ള കണ്ടീഷൻ അവർക്ക് വെർട്ടെക്സ് ഒന്നും കോമൺ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. അതായത് രണ്ട് സബ് ഗ്രാഫുകളുടെയും വെർട്ടെക്സ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എംപ്റ്റി സെറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സബ് ഗ്രാഫ്സും ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയും. ഇനി മറ്റൊരു ഡെഫിനിഷൻ, രണ്ട് സബ് ഗ്രാഫുകൾ എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയുവാനുള്ള കണ്ടീഷൻ അവർക്ക് എഡ്ജസ് ഒന്നും കോമൺ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. വെർട്ടിസസ് ചിലപ്പോൾ കോമൺ ആയിട്ട് ഉണ്ടാവാണ്ടിരിക്കാം. എഡ്ജ് ഡിസ്ജോയിൻ്റ് ആവണമെങ്കിൽ ഇത്രയാണ് കണ്ടീഷൻ, അവർക്ക് കോമൺ ആയിട്ട് എഡ്ജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് G തന്നിട്ടുണ്ട്. 6 വെർട്ടിസസും 11 എഡ്ജസും ആണ് ആ ഗ്രാഫിലുള്ളത്. അതിൻ്റെ 3 സബ് ഗ്രാഫുകൾ ഇവിടെ തന്നിട്ടുണ്ട്, G1, G2, G3. അപ്പോൾ ആദ്യം G1 ഉം G2 ഉം നമുക്ക് കൺസിഡർ ചെയ്യാം. G1ൻ്റെ വെർട്ടെക്സ് സെറ്റിൽ V1, V3, V4ഉം G2ൻ്റെ വെർട്ടെക്സ് സെറ്റിൽ V2, V5, V6. സോ അവർക്ക് കോമൺ ആയിട്ട് വെർട്ടിസസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഡിസ്ജോയിൻ്റ് ആവാനുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് G1 ഉം G2 ഉം ഡിസ്ജോയിൻ്റ് ആണ്. ഇനി നമുക്കിതിൻ്റെ താഴെ പറയുന്നുണ്ട്, ഗ്രാഫ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എന്തായാലും എഡ്ജ് ഡിസ്ജോയിൻറ്റും ആയിക്കോളും. നമുക്കിവിടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. രണ്ട് ഗ്രാഫിനും കോമൺ ആയിട്ട് എഡ്ജസ് ഒന്നുമില്ല. സോ ഇവരെന്തായാലും എഡ്ജ് ഡിസ്ജോയിൻറ്റും കൂടിയാണ്. അതിൻ്റെ റീസൺ താഴെ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ഗ്രാഫ് ഡിസ്ജോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇനി എഡ്ജ് ഡിസ്ജോയിൻ്റ് അല്ല എന്നും വിചാരിക്കുക. അപ്പോൾ എഡ്ജ് ഡിസ്ജോയിൻ്റ് അല്ലെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് ഒരു എഡ്ജെങ്കിലും ഉണ്ടായിരിക്കും. ആ എഡ്ജിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആയിട്ടുള്ള വെർട്ടിസസ് രണ്ട് ഗ്രാഫിലും രണ്ട് സബ് ഗ്രാഫിലും ഉണ്ടാവണം. ചിലപ്പോൾ അതൊരു ലൂപ്പാണെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡ് പോയിൻ്റേ ഉണ്ടാവുള്ളൂ. അതല്ല വേറെ ഏത് എഡ്ജ് ആണെങ്കിലും അതിന് രണ്ട് എൻഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എഡ്ജ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ എൻഡ് വെർട്ടിസസ് ഉണ്ടായിരിക്കണം. സോ രണ്ട് ഗ്രാഫിലും ആ എഡ്ജ് ഉണ്ടെങ്കിൽ അതേ വെർട്ടിസസ് അതിൻ്റെ എൻഡ് വെർട്ടിസസുകളും രണ്ട് സബ് ഗ്രാഫുകളിലും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കത് വെർട്ടെക്സ് കോമൺ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് ഡിസ്ജോയിൻ്റ് എന്നുള്ളതിന് ഒരു പ്രശ്നം സംഭവിക്കും. സോ ഗ്രാഫ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എന്തായാലും എഡ്ജ് ഡിസ്ജോയിൻറ്റും കൂടിയാണ്. ഇനി അടുത്ത കേസ് കൺസിഡർ ചെയ്യാം. ഇവിടെ G1 ഉം G3 കൺസിഡർ ചെയ്യുന്നു, G1 ആൻഡ് G3. അപ്പോൾ ഇവിടുത്തെ G1ലെ വെർട്ടെക്സ് സെറ്റ് V1, V3, V4 ആണ്. G3യിലേക്ക് വരുമ്പോൾ V1, V2, V3, V4, V5, V6. ഗ്രാഫ് Gയിലുള്ള എല്ലാ വെർട്ടിസസും ഇവിടെ ഉണ്ട്. അതായത് ഗ്രാഫ് Gയുടെ ഒരു സ്പാനിങ് സബ് ഗ്രാഫാണ് G3. അപ്പോൾ എന്തായാലും G1നും G3ക്കും കോമൺ ആയിട്ട് വെർട്ടിസസ് ഉള്ളത് കൊണ്ട് അവർ ഡിസ്ജോയിൻ്റ് അല്ല. പക്ഷേ എഡ്ജസിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള എഡ്ജസ് E3ഉം E4ഉം ദെൻ E9ഉമാണ്. ഇവിടെ G3യിലേക്ക് വരുമ്പോൾ E1, ദെൻ E2, E5, E6, E7, E8, E10, E11. സോ കോമൺ ആയിട്ട് ഇവർക്ക് എഡ്ജസ് ഒന്നും വരുന്നില്ല. G1നും G3ക്കും എഡ്ജസ് കോമൺ ആയിട്ടൊന്നും വരാത്തത് കൊണ്ട് ആ രണ്ട് സബ് ഗ്രാഫ്സും G1 ഉം G3യും എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ്. പക്ഷെ അവർ ഡിസ്ജോയിൻ്റ് അല്ല. ഇനി G2 ഉം G3യും കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എഡ്ജസ് ഉണ്ട്. E6ഉം E5ഉം E11ഉം G2യിലുള്ളത് പോലെ തന്നെ ഇവിടെയും G3യിലും ഉണ്ട്. സോ അതുകൊണ്ട് അവർ എഡ്ജ് ഡിസ്ജോയിൻ്റ് അല്ല. പിന്നെ കോമൺ ആയിട്ട് വെർട്ടിസസുകളും ഉണ്ട്. സോ അവരെന്തായാലും ഡിസ്ജോയിൻറ്റും അല്ല. എഡ്ജ് ഡിസ്ജോയിൻ്റ് അല്ലെങ്കിൽ പിന്നെ എന്തായാലും വെർട്ടെക്സ് ഡിസ്ജോയിൻ്റ്, അതായത് ഡിസ്ജോയിൻ്റ് ആയിരിക്കുകയില്ല. സോ ഇവിടെ G1 ഉം G3യും എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ്, പക്ഷേ ഡിസ്ജോയിൻ്റ് അല്ല. G1 ഉം G2ഉം ഡിസ്ജോയിൻറ്റും ആണ്, എഡ്ജ് ഡിസ്ജോയിൻറ്റും ആണ്. ഓക്കെ, ഇതാണ് ഗ്രാഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റും അതേപോലെ ഡിസ്ജോയിൻറ്റും. ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫുകൾ ഡിസ്ജോയിൻ്റ് ആവാനും എഡ്ജ് ഡിസ്ജോയിൻ്റ് ആവാനുള്ള കണ്ടീഷൻ. ഈ നോട്ടിൽ നേരത്തെ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഇഫ് ടു സബ് ഗ്രാഫ്സ് G1 ആൻഡ് G2 ആർ ഡിസ്ജോയിൻറ്റ് ദെൻ ദേ മസ്റ്റ് ഓൾസോ ബി എഡ്ജ് ഡിസ്ജോയിൻറ്റ്. അതായത് സബ് ഗ്രാഫ്സ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എന്തായാലും എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയിക്കോളും. അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എഡ്ജെങ്കിലും G1ലും G2ലും കോമൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ എൻഡ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ എൻഡ് പോയിൻറ്റ്സ്, അതായത് ലൂപ്പാണെങ്കിൽ ഒരു എൻഡ് പോയിൻ്റേ ഉണ്ടാവുള്ളൂ. അതാണ് എൻഡ് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എൻഡ്സ് എന്നിട്ടുള്ളത്. അതെന്തായാലും G1ലും G2ലും ഉണ്ടാവും. സോ വെർട്ടെക്സ് കോമൺ ആയിട്ട് G1ലും G2ലും ഉണ്ടാവും. അപ്പോൾ ഡിസ്ജോയിൻ്റ് എന്നുള്ളതിനൊരു പ്രശ്നം സംഭവിക്കും. അപ്പോൾ എന്തായാലും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എഡ്ജ് ഡിസ്ജോയിൻ്റ് ആകും.